മാർച്ച് 31-ന് സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട ചില കണക്കുകളുണ്ട്. ആയുധ കച്ചവടത്തിൽ 38,424 കോടി രൂപയുടെ റെക്കോർഡ് കയറ്റുമതിയാണ് ഈ സാമ്പത്തിക വർഷം നാം നടത്തിയതെന്നാണത്. 62% വളർച്ച. പക്ഷേ ഈ തിളങ്ങുന്ന കണക്കുകൾക്കിടയിൽ ലോകം ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആഗോള ആയുധ കച്ചവടത്തിലെ ഈ കുതിപ്പിൽ നാം സത്യത്തിൽ അഭിമാനം കൊള്ളുകയാണോ വേണ്ടത്? ലാഭക്കണക്കുകൾക്കപ്പുറം ഈ ആയുധങ്ങൾ ചെന്നു പതിക്കുന്നത് എവിടെയാണ്? ആരുടെ നെഞ്ചിലേക്കാണ്? ആരുടെ കുടുംബത്തിലേക്കാണ്? ഫെബ്രുവരി 28-നാണ് പശ്ചിമേഷ്യയിൽ ഇറാനുമേൽ അമേരിക്കൻ ഇസ്രായേൽ സഖ്യം അധിനിവേശം നടത്തിയത്. ഒരു മാസത്തിലേറെയായി തുടരുന്ന ഈ രക്തച്ചൊരിച്ചിലിൽ ഇന്ത്യയുടെ ആയുധങ്ങളുമുണ്ട് കേട്ടോ. കാരണം ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെടെയുള്ള 80 രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ കയറ്റി അയക്കുന്നത്. പലസ്തീനിലും പശ്ചിമേഷ്യയിലും നിഷ്കളങ്കരായ മനുഷ്യർ മരിച്ചു വീഴുമ്പോൾ അവർക്കു നേരെ നീളുന്ന ആയുധങ്ങളുടെ ഭാഗങ്ങളോ വെടിക്കോപ്പുകളോ ഇന്ത്യയിൽ നിർമ്മിച്ചതാണെന്ന സത്യം നമുക്കെങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക? യുദ്ധങ്ങളിൽ ലാഭം കൊയ്യുന്ന ഒരു രാജ്യമായി ഇന്ത്യ സത്യത്തിൽ മാറേണ്ടുന്ന ആവശ്യമുണ്ടോ? കണക്കുകൾ പ്രകാരം പ്രതിരോധ രംഗത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഈ വർഷം വമ്പിച്ച വളർച്ച നേടിയത്. 151% വർധനവ്. 8,389 കോടിയിൽ നിന്നും 21,071 കോടി രൂപയായി പൊതുമേഖലയുടെ ആയുധ വിപണി വളർന്നു. സ്വകാര്യ കമ്പനികളും 17,353 കോടിയുടെ വിഹിതവുമായി ഒട്ടും പിന്നിലല്ല. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ പദ്ധതികൾ ആയുധ നിർമ്മാണത്തിന് വലിയ ഉത്തേജനം നൽകുന്നുവെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് ഇപ്പോൾ. എന്നാൽ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ അശാന്തി വിതയ്ക്കുന്ന രാജ്യങ്ങൾക്ക് ആയുധം എത്തിച്ചു നൽകുന്നത് ഒരു ജനത എന്ന നിലയിൽ നാം മൗനമായി അംഗീകരിക്കേണ്ടതുണ്ടോ? മിസൈലുകൾ, റഡാറുകൾ, വെടിക്കോപ്പുകൾ, ഇലക്ട്രോണിക് വാർഫെയർ ഉപകരണങ്ങൾ, ലിസ്റ്റ് അങ്ങനെ നീളുകയാണ്. ചൈനയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിയിരുന്ന പല രാജ്യങ്ങളിപ്പോൾ ഇന്ത്യയാണ് കേട്ടോ ആശ്രയിക്കുന്നത്. 2029-30 സാമ്പത്തിക വർഷത്തോടെ കയറ്റുമതി 50,000 കോടി രൂപയിലെത്തിക്കാനാണ് ഇപ്പോൾ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അനിവാര്യമാണ്, അത് അടിയന്തരവുമാണ്. എന്നാൽ ആ വളർച്ച മറ്റുള്ളവരുടെ കണ്ണീരിലും ചോരയിലും പടുത്തുയർത്തേണ്ടുന്ന ഒന്നാണോ എന്ന് നാം പുനർചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലോകം മുഴുവൻ ഒരു കുടുംബമാണെന്ന് പറയുന്ന വസുദൈവ കുടുംബകം ഉയർത്തിപ്പിടിക്കുന്ന നമ്മൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ആയുധങ്ങൾ എത്തിച്ചു നൽകുന്നതിൽ എന്തഭിമാനമാണ് കണ്ടെത്തേണ്ടുന്നത്? ലാഭത്തെക്കാൾ മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്ന ഒരു വിദേശ നയം നമുക്കെന്നാണ് ഉണ്ടാവുക? ആയുധങ്ങൾ വിൽക്കുന്നവരായല്ല, സമാധാനം വിതയ്ക്കുന്നവരായി വേണം ഇന്ത്യയെ ലോകം ഓർക്കപ്പെടേണ്ടത്.